ഒരുപാട് പേരുടെ സംശയമാണ് എൻ്റെ വാട്സപ്പ് ഹാക്കാണോ, അതുപോലെ എങ്ങനെയാണ് നമ്മൾ വാട്സപ്പ് ഹാക്കിങ്ങിൽ നിന്ന് നമ്മുടെ വാട്സപ്പിനെ എങ്ങനെ സെക്യൂർ ആക്കി വെക്കാൻ കഴിയും എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഹാക്കിംഗ് തടയാൻ വേണ്ടി നമ്മൾ ചെയ്തു വെക്കേണ്ട സെറ്റിംഗ്സുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. ഗ്രൂപ്പുകളും മറ്റ് ചാറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് മുകളിലായി കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇല്ലാത്തവരാണെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടില്ല എങ്കിൽ അങ്ങനെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജുകൾ, ഓഡിയോ കോളുകൾ, അതുപോലെ ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഡോക്യുമെൻറ്റുകൾ, ലൊക്കേഷൻ, സ്റ്റാറ്റസ് എല്ലാം നമ്മൾ സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ വല്ലവരും ഹാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ഫീച്ചറാണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സെക്യൂരിറ്റി നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുന്നത് വഴി നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആരെങ്കിലും നമ്മൾ ഹാക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ ഓഫാണ് എങ്കിൽ നിങ്ങളിതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ നിങ്ങൾ ഈ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനുള്ള ഈ ഒരു സെറ്റിങ്സ് കഴിഞ്ഞു. ഇത് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇല്ല എങ്കിൽ നമ്മളെ ഫോൺ ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലാത്ത വേറൊരാൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 6 ഡിജിറ്റ് നമ്പർ ചോദിക്കുന്നതാണ്. ഈ ഒരു നമ്പർ ഇല്ലാതെ പിന്നീട് ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു 6 ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറന്നു പോകാത്ത നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു നമ്പർ തന്നെ ഈ ഒരു 6 നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുവേണ്ടി നമ്മളിവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൂടെ ചെയ്യുകയാണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു 6 നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 2 3 4 5 6 എന്നാണ് എൻ്റർ ചെയ്യുന്നത്. വീണ്ടും ഇത് ചോദിക്കും. അപ്പോൾ നമ്മളത് വീണ്ടും ആ ഒരു 6 നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സേവ് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ 6 നമ്പർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇമെയിൽ കൂടെ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുകൂടെ നിങ്ങൾ മെയിൽ ഐ ഡി കൂടെ നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മെയിൽ ഐ ഡി ചെയ്യുന്നില്ല, വേറെ ഓപ്ഷനും കൂടെ കാണിക്കാനുള്ളത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, സ്കിപ്പ് കൊടുക്കുകയാണ്. നമുക്കിതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. നമുക്കിവിടെ ഓഫ് ചെയ്യാനും ഈ ഒരു പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വാട്സപ്പ് ഹാക്കിങ്ങിനും അതുപോലെ നമ്മളെ വാട്സപ്പ് ഹാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സാണ് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. പാസ്വേഡ് മറക്കാതെ ഓർമ്മയുള്ള നമ്പർ കൊടുക്കുക. ബാക്കിലോട്ട് വരാം. മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ് കീ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഈ രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇത് നിർബന്ധമായിട്ടും നമ്മളെ ഫോണിൽ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സാണ്. മെയിൽ ഐ ഡി കൊണ്ട് നമ്മുടെ ഫോൺ, നമ്മുടെ വാട്സപ്പ് ഒന്നുകൂടെ സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റിങ്സാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് എ പാസ് കീ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ നമ്പറിൻ്റെ ലാസ്റ്റൊക്കെ നമ്പറുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കാൻ വേണ്ടി സാധിക്കും. താഴെ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡികളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കാം. കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ പാസ്വേഡ് ചോദിക്കും. നമ്മുടെ സ്ക്രീനിൻ്റെ പാസ്വേഡാണ് ഇവിടെ ചോദിക്കുക. ആ പാസ്വേഡ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോണിൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാറ്റേൺ ലോക്ക് ചോദിക്കുന്നുണ്ട്. യൂസ് യുവർ സ്ക്രീൻ ലോക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ ലോക്ക് എന്ന് കാണിച്ചു. അതിനുശേഷം നമ്മുടെ സ്ക്രീൻ ലോക്ക് നമ്മളെ ഫിംഗർ ലോക്കാണ് ചോദിച്ചത്. ഫിംഗർ ലോക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാസ് കീ ഇവിടെ നമ്മൾ ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ ഈ ഒരു പാസ് കീ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? ദിസ് വിൽ ബി യൂസ്ഡ് വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റിവോക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതും വാട്സപ്പ് സെക്യൂർ ആക്കുന്നതിന് വാട്സപ്പ് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റിങ്സ് കൂടിയാണ്. ഇതുകൂടെ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക. ഇനി നാലാമതായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടും ചെയ്യേണ്ടത്, വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ഫോൺ എപ്പോഴും ഒരു പാസ്വേഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഫിംഗർ ലോക്ക് വെച്ചോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് വെച്ചോ എപ്പോഴും
ലോക്ക് ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. നമ്മളെ അക്കൗണ്ട് ആരെങ്കിലും മറ്റൊരു ഡിവൈസുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത് ഹാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിവൈസ് ഒന്നിൽ കൂടുതൽ ഫോണുകളിൽ കണക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാസ്വേഡോ അതുപോലെ നമ്മളെ പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ നമ്മളെ ഫിംഗർ ലോക്കോ ചോദിക്കുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട സെറ്റിങ്സ് ഇവിടെ 3 ഡോട്ടിൽ ബാക്കിലോട്ട് വന്ന് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക് ഡിവൈസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ലിങ്ക് ഡിവൈസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ഹാക്കല്ല എങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ പാറ്റേൺ ലോക്ക് ഇവിടെ ചോദിക്കും. പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ ലോക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ലോക്കുകൾ ഇവിടെ ചോദിക്കും. ഈ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹാക്കല്ല, ഇത് മറ്റാരും ഉപയോഗിക്കുന്നില്ല, നിങ്ങളുടെ ഡിവൈസിൽ മാത്രമാണ് എങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ക്യാമറ ഓപ്പണായി വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ഫോൺ ഹാക്കല്ല എന്ന്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതുപോലെ ക്യാമറയാണ് ഓപ്പണായി വരുന്നതെങ്കിൽ ഹാക്കല്ല എന്ന് ഉറപ്പിക്കാം. അതല്ല മറ്റ് ഡിവൈസുകളുടെ പേര് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ഡിവൈസ് വേറെ ആൾ കൂടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് അവിടുന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സ് ഇതുപോലെ തന്നെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, നമ്മളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇമെയിൽ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമെയിലിലേക്ക് നിങ്ങൾക്കൊരു പാസ്വേഡ് വരുന്നതാണ്. ആ ഒരു 6 അക്ക ഡിജിറ്റ് ആ ഇമെയിലിൽ നിന്ന് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ആ ഒരു 6 അക്ക ഡിജിറ്റ് വന്നിട്ടുണ്ട്. ഞാനിവിടെ വെരിഫൈ ആ ഒരു നമ്പർ അടിച്ചതിന് ശേഷം വെരിഫൈ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെരിഫൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇമെയിൽ ID കൊടുത്തുകൊണ്ടും നമ്മൾ ഈ ഒരു വാട്സപ്പ് സെക്യൂർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക. ബാക്കിലോട്ട് വരിക. ഇനി നിങ്ങളെ വാട്സപ്പ് ആർക്കും ഹാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ വഴിയും നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും ഹാക്കിങ്ങിനെ പേടിക്കുന്നവരുണ്ട് എങ്കിൽ ഈ ഒരു സെറ്റിങ്സുകൾ നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സി യു.